ഒരു തരത്തിൽ നമ്മൾ വിടൂല കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പൊളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയും. അത് നിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദനയായിട്ടും കാര്യമില്ല, പറയേണ്ടത് കൃത്യമായിട്ട് പറയും. ഇവിടെയും കൃത്യമായിട്ട് അല്ല, ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞില്ല, ബാക്കി എങ്ങനെ പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ ഉടമകൾക്ക്, മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പലരും പ്രദാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ്. അത്ര ഇപ്പൊ എനിക്ക് പറയണം. ബാക്കി നമ്മൾ പറയാം. അല്ല അത് നമ്മൾ അതെ അല്ല ഞാൻ പറഞ്ഞല്ലോ. അല്ല അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത്. എനിക്കറിയുന്ന അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മാന്യമായ പ്രവർത്തനം തോന്നുന്നുണ്ടോ? കനകോല് വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല അത് കേക്ക്, കനകോല് വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറാണെന്ന് പറഞ്ഞു. ഇനിയും പറയും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും, ചില വ്യാഖ്യാനങ്ങൾ നടത്തും. ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായടപ്പിക്കാനാണ്. എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. ഞങ്ങൾ പ്രതികരിക്കും. മന്ത്രിമാർ പ്രതികരിക്കും. ഇടതുപക്ഷ നേതാക്കൾ ഇപ്പം എല്ലാവരും പ്രതികരിച്ചു വരുന്നുണ്ടല്ലോ. ശക്തമായി പ്രതികരിക്കും. നിങ്ങൾ അവിടുന്ന് പറഞ്ഞു വിട്ട് ചിലത് ഉത്തരം കിട്ടാനേക്ക് എൻ്റെ വായിന്ന് കിട്ടൂല. മനസ്സിലായില്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കൂടെ ഇരിക്കാം. ഞാനിത് അവസാനം വരെ നിൽക്കാൻ തയ്യാറാണ്. നിങ്ങൾ എപ്പോൾ പൊയ്ക്കോ എന്ന് പറയുന്നത് എപ്പോൾ പോകാൻ തയ്യാറാണ്. നിങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിച്ച എത്ര കൊല്ലമായി? ഇപ്പോൾ 26 കൊല്ലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നു ഇല്ലേ? വേട്ടയാടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കും സംശയമുണ്ടോ? എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അല്ല അത് കേക്ക്, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി. ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കും. ഇടതുപക്ഷം മുന്നോട്ട് പോകും. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. നിങ്ങൾ എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും. അത് പറഞ്ഞു പോകും. ഞങ്ങൾക്ക് ഒരൊറ്റ സംശയമുള്ളൂ. കേരളത്തിലെ മാധ്യമങ്ങൾ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഒരു അപവാദ പ്രചരണവും നടത്തിയിട്ടില്ല. അത് താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത് ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെ മാത്രമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്നെടുത്തോ. നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു. അന്വേഷിച്ച് കൈകാര്യം. എന്നിട്ട് മാത്രമല്ല പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് പറയും. ചിലപ്പോൾ എന്താ അറിയോ, എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും. പക്ഷെ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു. അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക്, ഒരു നെക്സസ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞില്ല ഇന്നലെ, ഒരു നെക്സസ് ഉണ്ട്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്? UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു. മുന്നണിയിൽ ഇല്ലാന്നേ ഉള്ളൂ, എല്ലാ നിലയിലും സഹായിക്കുകയാണ്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, തീവ്രവാദ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട്. ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ്. അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കും. 100-200-ലധികം ആളുകൾ, സഖാക്കൾ RSSനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി. 100-200-ലധികം സഖാക്കൾ, ഞങ്ങൾ ഉൾപ്പെടെ ജീവൻ പോയാലും RSSനെ ശക്തമായിട്ട് എതിർക്കും, ശക്തമായി എതിർത്ത് പോകും. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ RSS ആയിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കിയില്ല. അതിലും വലിയൊരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതിയുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം.